കൊല്ലം കുണ്ടറയിൽ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. പടപ്പക്കര സ്വദേശി പുഷ്പലതയാണ് മരിച്ചത്. തലയ്ക്കു പരുക്കേറ്റ് പുഷ്പലതയുടെ അച്ഛൻ ചികിത്സയിൽ. പുഷ്പലതയുടെ മകനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള സെമിനാർ പരിപാടിയിൽ രാജ്കുമാർ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ രാവിലെ വീണ്ടും വാർത്തയുമായി വന്നിരിക്കുന്നു. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ? ഇതിലിപ്പോ അല്പം മുമ്പ് നമ്മൾ കുണ്ട്ര പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസിന്റെ വിശദീകരണം ഇത് 100% കൊലപാതകം, അത് മകൻ തന്നെയാണ് ചെയ്തിരിക്കാനുള്ള സാധ്യതയും അവർ തള്ളുന്നില്ല. അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും അന്വേഷണം ആ നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്. ഇതില് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഒരു വീടുണ്ട്, ഇവർ താമസിച്ചിരുന്ന വീട്. ആ വീട് വിൽക്കാനുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വിൽക്കാൻ തീരുമാനിച്ചിരുന്നു. അത് വിൽക്കുന്നതിന് വേണ്ടി മകൻ കൊച്ചിയിലായിരുന്നു ജോലി. അദ്ദേഹം ഈ മകൻ അഖിൽ, 25 വയസ്സുള്ള അഖിൽ മയക്കമരുന്നിന് അടിമയാണ്. പലവട്ടം ഈ മയക്കമരുന്ന് ഇതിന്റെ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് വിധേയമാക്കിയിരുന്നു. കൂടുതലും ആള് വയലന്റുമാണ്. അതേസമയം ഈ വീട് ഇപ്പൊ ഇവര് വിൽക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു വീട്, അവിടെ ഏത് സമയവും ഈ അഖിൽ സുഹൃത്തുക്കളായ ലഹരിക്ക് അടിമകളായ ആളുകളെ കൊണ്ടുവരികയും ആ വീട് തന്നെ, ആ വീടിനകത്ത് അവരവിടെ സമ്മേളിക്കുന്ന സ്ഥലമാണ്. സ്വാഭാവികമായും അമ്മയും ഇവർ അഖിലിന്റെ അമ്മ പുഷ്പലതയും അതേപോലെ പുഷ്പലതയുടെ പിതാവ് ആന്റണിയും അവരുടെ കുടുംബ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചു. അഖിലിന്റെ ഒപ്പുകൂടി ആവശ്യമുള്ളതുകൊണ്ട് അഖിലിനെ വിളിച്ചു വരുത്തി. എന്നാൽ വിൽക്കുന്നതിന് തടസ്സമില്ല, പക്ഷെ അതിനുള്ള ഓഹരി തനിക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടു. പണം നൽകിയാൽ ഇയാൾ ഇത് നശിപ്പിക്കുമെന്ന് കരുതി അമ്മ ഇതിന് തയ്യാറായില്ല. ആന്റണിയും ഇതിനെ എതിർത്തു. ഇതിനെ തുടർന്ന് അഖിൽ കയ്യിൽ കരുതിയിരുന്ന ചുറ്റിയില് കൊണ്ട് ഈ പുഷ്പലതയുടെ തലയ്ക്ക് അടിച്ചു. അത് പലവട്ടം അടിച്ചു. മൂർച്ചയുള്ള ഉളി കൊണ്ട് മുഖത്ത് പല സ്ഥലങ്ങളിലും കുത്തി പരിക്കേൽപ്പിച്ചു. അങ്ങനെയാണ് പുഷ്പലത മരിക്കുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. അതേസമയം ആന്റണിയുടെ തലയ്ക്കും ചുറ്റിയിൽ കൊണ്ടുള്ള അടിയിൽ തലച്ചോറ് വരെ ഇതിൽ ഉള്ളിലേക്ക് അതിന്റെ മുറിവ് ഏറ്റിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അത് അത്യാസന്ന ഒരു നിലയിലാണ്. ഗുരുതരമായ പരിക്കുകളാണ് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. എത്രമാത്രം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ളത്, അത് മാത്രമല്ല അദ്ദേഹം കോമ സ്റ്റേജിലുമാണ്. ജീവിതത്തിലേക്ക് ഇനി മടങ്ങി വരവ് ഉണ്ടോ എന്നതിനൊരു സംശയത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ. അവരും പരമാവധി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതില് പുഷ്പലതയുടെ തലച്ചോറ് തന്നെ പൊട്ടി പുറത്തു വന്നു. ആ നിലയിൽ മാരകമായിട്ടുള്ള മുറിവുകളാണ് കൊലപാതകി ഏൽപ്പിച്ചിട്ടുള്ളത്. അഖിലിന് വേണ്ടി ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ വിൽക്കാൻ വെച്ചിരുന്ന ആ വീട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ വീടിനുള്ളിൽ പോലീസ് പരിശോധിച്ചപ്പോൾ ഭയാനകമായ കാര്യങ്ങളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. മുഴുവനും മയക്കമരുന്നുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള ചിത്രങ്ങൾ, അത് ഉപയോഗിച്ച് തള്ളിയ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ആ വീട് തന്നെ ഒരു ലഹരി കേന്ദ്രമായി അഖിൽ മാറ്റി എന്നാണ് പോലീസിന്റെ നിഗമനം.